നീ എന്തോന്നടാ ഈ ചിന്തിച്ച് മല മറിക്കുന്നത്? അല്ല അത് പിന്നെ ഈ ഞാനിപ്പോ വേറെ താമസമെങ്കിലും ഈ വീട്ടില് ഞാനാണല്ലോ കാരണവര് തന്നെ. അപ്പൊ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് പരിഹരിക്കേണ്ട ആള് ഞാനാണല്ലോ. ഇപ്പൊ കനകൻ പോലീസ് ഓഫീസറാണ്, അവന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. ക്ലീറ്റസ് രാഷ്ട്രീയ നേതാവാണ്, രാഷ്ട്രീയത്തിൽ ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലും പറ്റുമ്പോ അതിനെ നേരിടേണ്ടത് ഞാനല്ലേ. ശത്രുക്കൾ ഉണ്ടാവും എന്ന് വെച്ചാൽ അവരവരുടെ കാര്യങ്ങൾ അവരവര് നോക്കട്ടെ. അത് പറ്റില്ല, ഞാനല്ലേ അവരുടെ അമ്മാവൻ. അപ്പൊ ഞാൻ വേണമല്ലോ ഇടപെടാൻ. പണ്ടേ കനകന്റെ കാര്യത്തിന് ഇടപെട്ട് അവസാനം ചന്തയിൽ കിടന്ന് തല്ലുകൊണ്ടത് ഓർമ്മയുണ്ട? അല്ല അന്നാ തല്ലു കൊണ്ടതിന്റെ പേരില് പിന്നെ പോലീസ് കേസൊക്കെ ആയിട്ട് ഒത്തുതീർപ്പായിട്ട് കനക രക്ഷപ്പെട്ടല്ലോ. രക്ഷപ്പെട്ട് അത് പിന്നെ രക്ഷപ്പെടാതെ കഴിയുമോ? അത് പോട്ട്, ഈ ക്ലീറ്റസിന്റെ കാര്യത്തിന് തെങ്ങി പിടിച്ച് കെട്ടിയിട്ടത് ഓർമ്മയുണ്ട്? അതൊരു മറ്റേ തെറ്റിദ്ധാരണയുടെ പുറത്താണല്ലോ. നീ ഒന്നും ഓർമ്മിക്കണം, നിനക്കൊരു കുടുംബമുണ്ട്. ഈ പിള്ളേരുടെ കാര്യത്തിൽ ഇടപെട്ട് അത് അവരവരങ്ങ് തീർത്തോളും. നിന്റെ ശങ്കും കരളൊന്നും നീ വാട്ടി കളയരുതേ പൊന്നു കുഞ്ഞെ. എനിക്കിപ്പോ കല്യാണം കഴിഞ്ഞു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ കുടുംബം എന്ന് പറയുന്നത് എന്റെ പെങ്ങളും അവരുടെ കുട്ടികളുമാണ്. അവർക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ നേരിടും. അല്ലടാ, അതാര്? എന്റെ പിള്ളേർ വരുന്നല്ലോ, എന്തോ തടിയും പടിയൊക്കെ ആയിട്ട്. അവന്റെ ആൾക്കാരോ രണ്ട് പിള്ളേർ വരെ നമ്മൾ അകത്ത് കയറി പോയാൽ ശരിയാണ്. അതെന്താണെന്ന് അറിയണ്ടേ? എന്ത് കഷ്ടമെന്ന് പറ പോലും. രണ്ട് പിള്ളേർ ഇവിടെ നിൽക്കുന്ന കാര്യം അറിയണ്ട, തടിയും വഴിയായിട്ട് ആള് വരുന്നത് എന്താണെന്ന് അറിയണ്ടേ? ക്ലീറ്റസിന്റെ വീടല്ലേ? അല്ലല്ല, ക്ലീറ്റസിന്റെ വീടാതാ. അവിടെ ഉണ്ടോ? ഉണ്ടല്ലോ. തങ്കം തങ്കം, എടി പെണ്ണെ അവിടെ നില്ല്. നീ ഇത് എങ്ങോട്ട് കയറി ഓടുന്നത്? എടി രണ്ട് പിള്ളേർ വന്ന് നിൽക്കുന്ന കാണാൻ വയ്യേ? എന്താ എടി അവര് ക്ലീറ്റോയെ കാണാൻ വന്നത്. ക്ലീറ്റോ ഇവിടെ ഇല്ലല്ലോ. ഇപ്പൊ പള്ളിക്കുറിച്ച് ഇങ്ങോട്ട് വന്നിട്ട് അകത്തോട്ട് കയറി പോയാ അവൻ പറന്നു പോയാ? എന്തോന്നടി നീ പറയുന്നത്? ക്ലീറ്റോ ഡൽഹിക്ക് പോയില്ലേ? ഇപ്പൊ ഇങ്ങോട്ട് കയറി എന്നാ അതിനിടയ്ക്ക് അങ്ങ് ഡൽഹി പോയാ? എന്തോന്ന് ക്ലീറ്റോ ഡൽഹിക്ക് പോയില്ലേ? ദൈവമേ, ഞാനതങ്ങ് മറന്നുപോയടി. എനിക്ക് മക്കളെ പ്രായമൊക്കെ ആയില്ലേ, ഓർമ്മശക്തി ഒന്നും ഇല്ല ഇപ്പം. ഞാനങ്ങ് വിട്ടുപോയി പറയാനായിട്ട്. പിന്നെ പള്ളിക്കുടിച്ച് കൊച്ചിനെ ചേർത്തിട്ട് വന്ന് അവൻ അപ്പം തന്നെ ഡൽഹിയിൽ അങ്ങ് പോയി. അത് തന്നെയല്ല, നിങ്ങൾക്ക് ഇപ്പൊ ക്ലീറ്റോ ഇവിടെ ഉണ്ടെങ്കിലും ക്ലീറ്റോനെ എന്തിനാ? നിങ്ങൾക്ക് റൊണാൾഡിനല്ലേ വേണ്ടത്. സത്യം പറയാൻ മോനെ, ഈ റൊണാൾഡും ക്ലീറ്റോയും തമ്മിൽ എന്തോ എന്തോ ബന്ധത്തിലല്ല, അത് ശരിക്കുള്ള സഹോദരങ്ങളല്ല കേട്ടോ. ചേച്ചി എന്താ പറയണ? നമ്മള് റൊണാൾഡിനെ തിരക്കി വന്നതല്ല, നമ്മൾ ക്ലീറ്റോ ചേട്ടനെ അന്വേഷിച്ച് വന്നതാ. പാർട്ടി ഓഫീസിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് പട്ടിയിൽ എടുക്കണമായിരുന്നു ഇവിടെ നിന്ന്, അതിനു വേണ്ടി വന്നതാ. അതിനു വേണ്ടി വന്നതാണോ? പട്ടി ഉണ്ടാവും എവിടെങ്ങാനും? പട്ടിയൊന്നും ഇവിടെ ഇല്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയില്ലേ പാർട്ടി ഓഫീസിലോട്ട്? എല്ലാം തീർന്നു ഇല്ലേ? പറഞ്ഞാ മതി. എന്റെ അമ്മേ, പേടിച്ച് ചത്ത് ഞാൻ. എന്തോ നീ കിടന്ന് പേടിക്കുന്നത്? ഒന്നുമില്ല. നീ കിടന്ന് വരുന്നത് അമ്മാവനെന്തേ? ഈ പിള്ളേരെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. അവന് ഇരച്ച് പറിച്ചും കൊണ്ട് അകത്തോട്ട് കയറി പോയി. എന്ത് കാര്യം പറ? ഒന്നുമില്ലേ? പിന്നെ നീ എന്തിനാ കിടന്ന് പേടിക്കുന്നത്? കൂടി കള്ളിപ്പെണ്ണേ.